ഇണകളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. ഒരു ഭാര്യയ്ക്ക് കടപ്പാടുകൾ മാത്രമല്ല, അവൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ വിശാലത കാണിക്കുന്ന ഒരാളായിരിക്കണം ഭർത്താവ്. തൻ്റെ കാര്യം മാത്രം നടന്നാൽ മതി എന്ന് കരുതുകയും തൻ്റെ ഭാര്യ എന്നത് കേവലം ഒരു പാവ മാത്രമാണ്, ഒരടിമ മാത്രമാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരാണ് ഒരു വളരെ വലിയ ഭൂരിപക്ഷം ഭർത്താക്കന്മാർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 228 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മാറൂഫ്. സ്ത്രീകൾക്ക്, ഭാര്യമാർക്ക് അവർക്ക് കടപ്പാടുകൾ ഉള്ളതുപോലെ തന്നെ അവർക്ക് അവകാശങ്ങളുമുണ്ട് എന്നാണ്. അവർക്ക് ഭർത്താവിനോട് ഒരുപാട് കടപ്പാടുകളുണ്ട്, ശരിയാണ്. പക്ഷേ ഭർത്താക്കന്മാർക്ക് അവരോടും കടപ്പാടുകളുണ്ട്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുമ്പോഴാണ് ലി തസ്കുനു ഇലൈഹ, നിങ്ങൾ അവരിലേക്ക് സമാധാനമടയുന്ന ആ ഒരവസ്ഥയുണ്ടാകുന്നത്. അതേപോലെ തന്നെ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാകുന്നത് പരസ്പരം കൈമാറുമ്പോൾ മാത്രമാണ്. മറിച്ച് ഒരാൾ മാത്രം അനുഭവിക്കുവാനും ഒരാൾ മാത്രം സുഖിക്കുവാനും അതേപോലെ തന്നെ എന്നാൽ ഇണ പ്രയാസപ്പെടാനും കഷ്ടപ്പെടാനും അങ്ങനെയല്ല. പലരും ധരിച്ചു വെച്ചത് അങ്ങനെയാണ്, എല്ലാ കഷ്ടപ്പാടുകളും സ്ത്രീകൾക്ക്, എല്ലാ കഷ്ടപ്പാടുകളും ഭാര്യമാർക്ക്. അല്ല, അവർക്ക് അവകാശങ്ങളുണ്ട്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹു ഉദ്ദേശിച്ച ഒരു നിശ്ചിത കാലം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച വിവാഹബന്ധത്തിലൂടെ ഒന്നായി എന്നതിനപ്പുറത്ത് ആരും ആരുടെയും അടിമയൊന്നുമല്ല. എല്ലാവരുടെയും സൃഷ്ടിപ്പിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യലാണ്. അള്ളാഹുവിൻ്റെ അടിമകളാണവർ. ആ ബോധമുണ്ടായിരിക്കണം. അതുകൊണ്ട് അവർക്ക് അള്ളാഹു നിശ്ചയിച്ച എന്തെല്ലാം അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങളെ നിർലോഭം വിട്ടുകൊടുക്കുന്ന മതബോധമുള്ള ഒരാളായിരിക്കും ഒരു നല്ല ഭർത്താവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Download ShareChat.